നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കാഞ്ഞിര വായനശാല ബാലവേദിയുടെയും ജവഹർ ബാൽ മഞ്ച് കാഞ്ഞിര യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാഘോഷം സംഘടിപ്പിച്ചു. ചടങ്ങിൽ വൃക്ഷത്തൈ നടീൽ കർമ്മവും ഹൈസ്കൂൾ തലം വരെയുള്ള കുട്ടികൾക്ക് ചിത്രരചനാ മത്സരവും നടത്തി. കൗൺസിലർ ബിജോയ് തയ്യിൽ ഉദ്ഘാടനം ചെയ്തു. എന്നാലും നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സമൂഹത്തിൻ്റെ ഒരു ഭാഗം ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അവരുടെ ലക്ഷ്യം പ്രായമുള്ളവന്നല്ല, ഇതുപോലുള്ള ആൾക്കാരും നമ്മളെ പോലത്തെ ആൾക്കാർ ഇന്നല്ല ഇവരുടെ ലക്ഷ്യം കുഞ്ഞു കുട്ടികളാണ്. അവരെങ്ങനെ വഴിതെറ്റിച്ചിട്ട് അവരെ റൂട്ടിലെത്തിക്കുക എന്നുള്ളത് എല്ലാവരും ചിന്തിക്കും. അപ്പോൾ പുറമേലേക്ക് പോകുമ്പോൾ ഏറ്റവും അടുത്തറിയുന്ന ആൾ വരെ ഒരു ഉസായി തന്നാലോ എന്തെങ്കിലും കുടിക്കാൻ വാങ്ങി തന്നാലോ ആരും കഴിക്കാൻ പാടില്ല. എന്ത് തെറ്റ് കണ്ടാലും വീട്ടിൽ അച്ഛനോടും അമ്മയോടും വന്ന് പറയണം, എൻ്റെ ഏട്ടനോട് അയ്യനോട് പറയണം, എൻ്റെ മാഷ്മാരോട് പറയണം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പൊതുപ്രവർത്തകന്മാരോട് പറയണം. എന്ത് കണ്ടാലും എന്ത് തെറ്റ് കണ്ടാലും അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ. ചടങ്ങിൽ ജവഹർ ബാൽമഞ്ച് യൂണിറ്റ് പ്രസിഡന്റ് കാർത്തികേയ രജീഷ് അധ്യക്ഷത വഹിച്ചു. ബാൽമഞ്ച് എടക്കാട് മണ്ഡലം ചെയർമാൻ പാറക്കാട് സായിനാഥ്, വായനശാല പ്രസിഡന്റ് CK പ്രദീപ്, മോഹനൻ കണ്ണോത്ത്, ശൈലജ TV, CM സുമേഷ് എന്നിവർ ആശംസയും തന്മയ അജിത് സ്വാഗതവും നൈനിക മുകേഷ് നന്ദിയും രേഖപ്പെടുത്തി. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ വായനശാല അങ്കണത്തിൽ ഔഷധസസ്യം വെച്ചുപിടിപ്പിച്ച് ബാലവേദി കുട്ടികളായ അന്വയ്, അശോക്, ആദിദേവ്, സജേഷ്, കാർത്തികേയ്, സിദാന A, ഹൃദുൽ S പ്രമോദ് തുടങ്ങിയവരും നേതൃത്വം നൽകി. വിവിധ തലങ്ങളിലായി 20-ൽ പരം കുട്ടികളും ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്തു. ബാലവേദിയുടെ കുട്ടികളാണ് എല്ലാ പരിപാടിയും നിയന്ത്രിച്ചത് എന്നത് ശ്രദ്ധേയമായി.